ഗവർണർക്കെതിരെ SFIയുടെ പ്രതിഷേധമാണ്. പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? പ്രവർത്തകർ കടന്നിരിക്കുന്നു. കേരള സർവകലാശാലയിൽ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർക്കെതിരെയാണ് SFIയുടെ പ്രതിഷേധം. സർവകലാശാലയ്ക്കകത്തേക്ക് എത്തിയിരിക്കുന്നു SFI പ്രവർത്തകർ. അത് ഈ ഗവർണർ പങ്കെടുക്കുന്ന ഈ യോഗ സ്ഥലത്തേക്ക്, സെമിനാർ സ്ഥലത്തേക്ക് എത്താൻ കഴിയുമോ SFI പ്രവർത്തകർക്ക്? അതോ അതിനു മുമ്പ് പോലീസ് തടയുമോ എന്ന കാര്യമൊക്കെയാണ് അറിയേണ്ടത്. സർവകലാശാല ക്യാമ്പസ് അല്ലെങ്കിൽ കേരള സർവകലാശാല ആസ്ഥാനത്തിനകത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ ഗേറ്റ് അടച്ചുകൊണ്ട് പ്രവർത്തകരെ തടഞ്ഞിരുന്നു SFI പോലീസ്. എന്തായാലും ഇപ്പോൾ SFI അകത്തേക്ക് കടന്നിരിക്കുന്നു. സെമിനാർ ഹാളിന് പുറത്തു വരെ എത്തി പ്രതിഷേധം അറിയിക്കാനായിരിക്കണം ഒരു പക്ഷേ SFIയുടെ നീക്കം. അതിനോട് ഗവർണറുടെ പ്രതികരണം എന്താണ് എന്നതുകൂടി ക്യൂരിയോസിറ്റിയാണ്. കാരണം SFIയുടെ പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോൾ റോഡിൽ വണ്ടി നിർത്തി ഇറങ്ങുകയും തെരുവിൽ SFI പ്രവർത്തകരോട് കയർക്കുകയും ചെയ്യുന്ന ഗവർണറൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഗവർണർ വളരെ രൂക്ഷമായ ഭാഷയിൽ SFI ഈ വിദ്യാർത്ഥി സംഘടനയെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഡ്രാമകളൊക്കെ ഇന്ന് സംഭവിക്കുമോ എന്നുള്ളതും ഇന്നത്തെ പരിമണിക്കൂറുകൾ അറിയേണ്ടതാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, ഇത് പാളയം ക്യാമ്പസിനകത്തെ ദൃശ്യങ്ങളല്ലേ? സെമിനാർ നടക്കുന്ന ഹാളിലേക്കാണോ SFIയുടെ പ്രതിഷേധം പോകുന്നത്? ഹഷ്മി, ഈ കേരള സർവകലാശാല ആസ്ഥാനത്തിനുള്ളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, കുറച്ച് സമയം മുൻപ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന വേദിയിലേക്ക് SFIയുടെ പ്രതിഷേധം അവർ തള്ളിക്കയറി വരുന്നതടക്കം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ശേഷം ഈ സെമിനാർ നടക്കുന്ന ഹാളിന് തൊട്ടടുത്തേക്ക് എത്തി പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിന് മുൻവശത്തേക്ക് പോകുന്ന SFI പ്രവർത്തകർ, അവരെ തടയാൻ ശ്രമിക്കുന്ന പോലീസുകാർ, അവിടെയാണ് ഗവർണർ ഇറങ്ങി വരുന്നത്. വീണ്ടും അവിടേക്ക് പോകുന്നു SFI പ്രവർത്തകർ. സംഘർഷ സമാനമായ ഒരു സാഹചര്യം അത് പോലീസുമായി ഇപ്പോൾ ഈ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തുണ്ട്. തൊട്ടടുത്താണ് ഗവർണറുടെ വാഹനം, ഗവർണർ ഇറങ്ങി വരേണ്ട വാഹനം കിടക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു 30 മീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത്. അവിടേക്ക് SFI പ്രവർത്തകർ വരികയാണ്. അതൊരു പക്ഷേ ആ പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കേരള സർവകലാശാല ആസ്ഥാനത്തിനുള്ളിലെ പ്രധാന കവാടം, അവിടെ ഗവർണറുടെ വാഹനം കിടക്കുന്നതിനടുത്തേക്ക് SFI പ്രവർത്തകർ പാഞ്ഞടുക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് തടയാൻ ശ്രമിച്ചിട്ടും ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. വീണ്ടും SFIയുടെ പ്രതിഷേധം അത് ഗവർണറുടെ മൂക്കിൻ തുമ്പിലേക്ക് വരുന്നു എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണറുടെ വാഹനം അത് തൊട്ടപ്പുറത്തേക്ക്, ക്യാമറാമാൻ സിറിൽ ഈ വാഹനം കിടക്കുന്നതിന് തൊട്ടിപ്പുറത്തേക്ക് SFIയുടെ പ്രതിഷേധം വരികയാണ്. കേരള സർവകലാശാല VC-യുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് SFIയുടെ പ്രതിഷേധം അരങ്ങേറുന്നത്. ചാൻസലർ സെമിനാറിൽ പങ്കെടുക്കാൻ വരുന്ന സമയത്ത് തന്നെ അങ്ങനെ പ്രതിഷേധം. അത് ചാൻസലർ കേരളത്തിലെ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നു എന്നടക്കമുള്ള ആരോപണം അത് ഉന്നയിച്ചുകൊണ്ട് SFI കൂടുതൽ ശക്തമാക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടി ഈ സമരത്തിന് പിന്നാലെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള സമരം ഗവർണർക്കെതിരെ തെരുവോരങ്ങളിൽ SFI നടത്തി. കടുത്ത ഭാഷയിൽ ഗവർണറുടെ വിമർശനം, ഒരു അതിരുവിട്ട വിമർശനമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ പുതിയ VC നിയമനവുമായി ബന്ധപ്പെട്ട വീണ്ടും ഗവർണർക്കെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാൻ, അതല്ലെങ്കിൽ കേരള VC-ക്കെതിരെ തന്നെയുള്ള ഒരു പ്രതിഷേധമായി അത് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്തിന് തൊട്ട് മുൻപിലുള്ള ഗേറ്റ്, അതായത് പ്രധാന ഗേറ്റിനടുത്തേക്ക് SFI പ്രവർത്തകർ എത്തി. ഇതിന് തൊട്ട് പിൻവശത്താണ് ഗവർണർ ഇറങ്ങി വരേണ്ട സാഹചര്യം, ഗവർണർ ഇറങ്ങി വരുന്നൊരു സാഹചര്യമുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഗവർണർ ഇറങ്ങി വരുമ്പോൾ പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അത് പോലീസുമായുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ആ രീതിയിൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം നടക്കുകയാണ്. ഒരു പക്ഷേ SFI പ്രവർത്തകർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങി വരുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധം നടത്തിയാൽ അത് സ്വാഭാവികമായും രാജ്ഭവനിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾക്ക് വഴിയൊരുക്കും. വീണ്ടും നിലവിലിപ്പോൾ വലിയ ശക്തിയിൽ തുടരുന്ന സർക്കാർ ഗവർണർ പോലെ മറ്റൊരു വഴിയിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയും അത് വഴിവെക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും കേരള വൈസ് ചാൻസലർക്കെതിരെയായിരുന്നു SFIയുടെ പ്രതിഷേധം. പ്രത്യക്ഷ പ്രതിഷേധമെങ്കിലും പരോക്ഷമായി അത് ലക്ഷ്യം വെക്കുന്നത് ചാൻസലറെ തന്നെയാണ്. ചാൻസലർ സെമിനാറിൽ പങ്കെടുക്കാൻ വന്ന അതേ സമയം മുൻകൂട്ടി പ്രഖ്യാപിച്ചൊരു സമരം, ഒരു പ്രതിഷേധ മാർച്ച് അത് കേരള സർവകലാശാലയിലേക്ക് നടക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സർവകലാശാല ഗേറ്റിന് തൊട്ട് പുറത്തേക്ക് SFI പ്രവർത്തകരെ പോലീസ് എത്തിച്ചിരിക്കുന്നു. അതിന് അവിടെ തൊട്ട് മുൻപിലുണ്ടായിരുന്ന ആളുകളോട് ചേർന്ന് ആ സമരം SFI പ്രവർത്തകർ ഒരുമിച്ച് സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ വീണ്ടും മുദ്രാവാക്യം വിളികളുമായി അവർ അവിടെ തന്നെ നിലയുറപ്പിക്കുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ ഇപ്പോഴും കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുൻവശത്ത് സമരം മുഖരിതമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. SFIയുടെ പ്രതിഷേധം ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത്. ശേഷം അതിലൊരു 4ഓളം SFI പ്രവർത്തകർ ഈ പ്രധാന ഗേറ്റ് ചാടിക്കടന്ന് അകത്തേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം ഈ സെമിനാർ നടക്കുന്ന ഹാളിന് തൊട്ട് വശത്തേക്ക് അവരെത്തി. അതിൽ കൂടി കയറാനുള്ളൊരു ശ്രമം നടത്തി. പക്ഷേ പോലീസ് അത് തടഞ്ഞു. ഇപ്പോൾ വീണ്ടും സർവകലാശാല ആസ്ഥാനത്തേക്ക് വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഹഷ്മി.
ഗവർണർക്കെതിരെ SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. കേരള സർവകലാശാലയുടെ പാളയം ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഒരു സെമിനാറിൽ പങ്കെടുക്കുകയാണ് ഗവർണർ ഇപ്പോൾ ഉള്ളത്. ആ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായാണ് SFI പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയത്. ക്യാമ്പസിനകത്തെ കടന്നു SFI പ്രവർത്തകർ. ഗവർണറുടെ വാഹനത്തിന് അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗവർണർ പരിപാടി കഴിഞ്ഞിറങ്ങി SFI പ്രവർത്തകർ നിൽക്കുന്ന വഴിയിൽ കൂടി അല്ലാതെ പോകാൻ വഴി അവിടെ ഇല്ല. പോലീസ് ഏത് രീതിയിൽ മാനേജ് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോഴേക്കും പോലീസ് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്നതാണ് തോന്നുന്നത്. അവിടെ ഗേറ്റൊക്കെ അടച്ചുകൊണ്ട് പോലീസ് വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഗവർണർ SFI നേർക്കുനേർ സംഘർഷം നമ്മൾ കുറേ കണ്ടതാണ്. SFI ഗവർണർക്കെതിരെയല്ല, സർവകലാശാല ചാൻസലർ എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ അവകാശമായിട്ടുള്ള ഒരു ജനാധിപത്യ വേദിയെ ഇല്ലാതാക്കുന്നത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതാദ്യമല്ല. കേരള സർവകലാശാലയുടെ സെനറ്റ് തെരഞ്ഞെടുപ്പില് ABP ആയതുകൊണ്ട് അകത്തേക്ക് അവരെ നോമിനേറ്റ് ചെയ്യുന്ന സമീപനം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതില് തീർച്ചയായിട്ടും രാഷ്ട്രീയ പകപോക്കലിന് അവർ തയ്യാറാവുന്നുണ്ട്. വീണ്ടും ഒരു ഗവർണർ SFI ഏറ്റുമുട്ടലിന്റെ വാർത്താകാലമാണെന്ന് സംശയം തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഗവർണർ ഇവിടെ പരിപാടിയിൽ ഒരു സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്ത് SFI പ്രവർത്തകരുണ്ട്. ഗവർണർക്ക് പ്രതിഷേധം അറിയിക്കലാണ് SFIയുടെ ലക്ഷ്യം. ഏതെങ്കിലും തരത്തിൽ കരിങ്കുടി പ്രതിഷേധത്തിലേക്കൊന്നും പോകുമോ എന്ന കാര്യം അറിയില്ല. നേരത്തെയൊക്കെ നമ്മൾ ഇവിടെ ക്യാമ്പസിനകത്ത്, ഈ പറയുന്ന ക്യാമ്പസിനകത്ത്, ക്യാമ്പസ് വളപ്പിനുള്ളിൽ SFI പ്രവർത്തിക്കുന്നത് അതിനകത്താണ് ഗവർണർ പങ്കെടുക്കുന്ന ഈ സെമിനാറുള്ളത്. ഇത് കേരള സർവകലാശാലയുടെ പാളയം ക്യാമ്പസിൽ കേരള സർവകലാശാല ആസ്ഥാനത്തിൻ്റെ മുൻവാതിലാണ് നമ്മൾ കണ്ടത്. അതിനകത്താണ് ഈ സെമിനാർ ഹാളൊക്കെ. ഒരു പക്ഷേ ഒരു ഹോളൊക്കെ അതിനുള്ളിലുണ്ട്. അവിടെയാണോ സെമിനാർ എന്നറിയില്ല, വേറെ എവിടെയാണോ എന്നറിയില്ല. എന്തായാലും പുറത്ത് SFI പ്രവർത്തകരുണ്ട്. ഗവർണറെ പ്രതിഷേധം അറിയിക്കലാണ് SFIയുടെ ലക്ഷ്യം. ഗവർണർ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം, സാധാരണഗതിയിൽ അത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അങ്ങ് പോവലാണ് സാധാരണ നേതാക്കളുടെയൊക്കെ പതിവെങ്കിൽ. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും പ്രതിഷേധം ഉണ്ടാവാറുണ്ട്. പോലീസ് കാണിക്കുന്ന വഴിയിലൂടെ അങ്ങ് പോലാണ് നേതാക്കളുടെ വഴിയെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ആയിരുന്നില്ല പോയ കാലഘട്ടങ്ങളിൽ. SFI പ്രവർത്തകർക്കെതിരെ തെരുവിൽ ഇറങ്ങി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. നേർക്കുനേർ തെരുവിൽ കയർക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇത് എന്താകും അതിൻ്റെ പരിണതി എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. SFI പ്രവർത്തകർ ആ ക്യാമ്പസിന് പുറത്ത് ഇവിടെ കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. പോലീസ് സംവിധാനമുണ്ട്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന കാര്യം അറിയില്ല. അവിടെ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാതെ SFI പ്രവർത്തകർ അവിടെ കൂടെ ക്യാമ്പസിനകത്തേക്ക് അല്ലെങ്കിൽ ഈ ആസ്ഥാനത്തേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു.